ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ഒന്നാം വായന യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അവിടെ അവസാനം പറഞ്ഞു വയ്ക്കുന്നത് സ്വർഗത്തെ കൊണ്ടോ ഭൂമിയെ കൊണ്ടോ മറ്റൊന്നിനെയും കൊണ്ടോ ആണയിടരുത് എന്നാണ്. യാക്കോബ് അപ്പോസ്തലന്റെ കാലത്ത് നിലനിന്നിരുന്ന എന്തിനും ഏതിനും ആണയിട്ട് പറയുന്ന സാംസ്കാരിക സ്വഭാവത്തിനോടുള്ള ശക്തമായ എതിർസ്വരവും ഉപദേശവുമാണ് ഈ വാക്കുകൾ. ഈ ഉപദേശം യേശുവിൻ്റെ മലമുകളിലെ പ്രസംഗത്തിലും പ്രതിധ്വനിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് യേശുവും യാക്കോബ് അപ്പോസ്തലനും അനാവശ്യമായ ശപഥം ഒഴിവാക്കാൻ പറയുന്നത്? കാരണം അവ യാഥാർത്ഥ്യങ്ങൾ അല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് യാഥാർത്ഥ്യങ്ങളായതുകൊണ്ടാണ്. കാരണം നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഒരു കാര്യം ചെയ്യുമെന്ന് ദൈവത്തിനു മുമ്പിൽ ശപഥം ചെയ്യുമ്പോൾ അത് ചെയ്യാതിരിക്കുന്നവൻ അവൻ്റെ മേൽ ശിക്ഷയാണ് വരുത്തി വയ്ക്കുന്നതെന്ന് തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുന്നതും അതുകൊണ്ടാണ്. ശപഥങ്ങൾ ഒരിക്കലും ചെയ്യരുതെന്നല്ല ഇതിനർത്ഥം. പൗലോസ് അപ്പോസ്തലൻ തന്നെ ശപഥം ചെയ്ത് സംസാരിക്കുന്നത് കൊറിന്തോസുകാർക്കുള്ള ലേഖനത്തിലും ഗലാത്യർക്കുള്ള ലേഖനത്തിലും നാം കാണുന്നുണ്ട്. മാത്രമല്ല, കൂദാശകൾ തന്നെ യഥാർത്ഥത്തിൽ ശപഥങ്ങളാണ്. ഉദാഹരണമായി വിവാഹം എന്ന കൂദാശ. രണ്ടുപേർ ചേർന്ന് ദൈവനാമത്തിൽ മരണം വരെ ഒരുമിച്ച് ജീവിക്കാമെന്ന് ഏറ്റെടുക്കുന്ന ശപഥമാണത്. അതുകൊണ്ടാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിൽ വിവാഹം അഭേദ്യമായ ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ സാഹചര്യത്തിൻ്റെ ഗൗരവമോ മഹത്വമോ അനുസരിച്ച് അത്തരം വാഗ്ദാനങ്ങൾ ദൈവനാമത്തിൽ നടത്താൻ സഭ നമ്മെ ക്ഷണിക്കാറുണ്ട്. അവയാണ് കൂദാശകൾ. എന്നാൽ ഗൗരവമേറിയ കാര്യങ്ങൾക്ക് ശപഥം ചെയ്യുന്നത് പോലെയല്ല അനുനിമിഷം ചെറിയ നിസാര കാര്യങ്ങൾക്ക് ദൈവത്തെയോ ഭൂമിയെയോ മറ്റു വസ്തുക്കളെയോ വിളിച്ചുകൊണ്ട് ശപഥം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തെ വിലമതിക്കാതെ ചെയ്യുന്ന പ്രവർത്തനമാണിത്. നമ്മൾ ശരിയായ കൽപ്പനകൾ പാലിക്കുന്നവരും സത്യസന്ധരുമാണെങ്കിൽ നമ്മുടെ സത്യത്തെ ചോദ്യം ചെയ്യാൻ ആരുമുണ്ടാവില്ല. അതിനാൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിനു മുമ്പിൽ നമ്മൾ എടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാൻ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അനാവശ്യമായ ആണയിടലുകൾ ഒഴിവാക്കി പരിപൂർണമായ ദൈവസ്നേഹത്തിൽ കൽപ്പനകൾ പാലിച്ച് സത്യസന്ധരായി ജീവിക്കുവാൻ വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.